കുട്ടികളെ നമസ്കാരം. ഈ ലോകത്തിലെ എല്ലാത്തിൽ നിന്നും എല്ലാ ആൾക്കാർ, പക്ഷി, മൃഗങ്ങൾ, തരു എല്ലാത്തിൽ നിന്നും നമുക്ക് ഓരോ പാഠം പഠിക്കാനുണ്ട്. അവരെല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു കഴിഞ്ഞു. ഇനി തീരെ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഗുരുനാഥനെ പരിചയപ്പെടുത്തി തരികയാണ് ഉറവങ്കര ഖണ്ഡം 2 35 ശ്ലോകത്തിൽ. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. കണ്ണും കുരുണ്ട കഠിനാമയമാണ്ടുമെയ്യിൽ പുണ്ണും പുരണ്ട് പുരുപൂയ നിണങ്ങളാണ്ട് മണ്ണും പുരണ്ടു പഥിപാന്ധർ കൊടുപ്പതും ചേർത്തുണ്ണുന്നു കർമ്മഫലമേകൻ അയാളുമാശാൻ. ഏകൻ കണ്ണും കുരുണ്ട് കഠിനാമയം ആണ്ട് മെയ്യിൽ പുണ്ണും പുരണ്ട് പുരുപൂയ നിണങ്ങളാണ്ട് മണ്ണും പുരണ്ട് പഥി പാന്ധർ കൊടുപ്പതും ചേർത്ത് കർമ്മഫലം ഉണ്ണുന്നു, അയാളും ആശാൻ ആണ് എന്ന് ഏകദേശം അന്വയം പറയാം. ഏകൻ അത് ഒരുവൻ, ഒരുത്തൻ. അയാൾ കണ്ണും കുരുണ്ടുള്ള ആളാണ്. കുരുണ്ട് എന്ന് പറഞ്ഞാൽ കുരുടൻ, അതായത് കണ്ണിന് കാഴ്ചശക്തി ഒട്ടും ഇല്ലാത്ത ആൾ അർത്ഥം. അപ്പോൾ കണ്ണും കുരുണ്ട്, അപ്പോൾ പിന്നെ കഠിനാമയമുണ്ട്. കണ്ണ് കാണില്ല എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ദുരിതമായി. എല്ലാവരും എല്ലാ സംഗതിക്കും പരസഹായം വേണം എന്നുള്ളൊരു നില വരും. അതാണ് കഠിനാമയം. കഠിനമായിട്ടുള്ള, അതികഠിനമായിട്ടുള്ള, കഠോരമായിട്ടുള്ള ആമയം, ദുഃഖം, വ്യാധി. അത് അതിലാണ്ട് എന്ന് പറഞ്ഞാൽ 4 പുറവും തലയ്ക്ക് മുകളിലും ചുവട്ടിലും ഒക്കെ ആധീന്യാണ്. അപ്പോൾ അതിലാണ് താണു മുങ്ങി ഇരിക്കുന്ന ആളാണ് എന്നർത്ഥം. അതാണ് അതിലാണ്ട്. പിന്നെയോ മെയ്യിൽ, ശരീരത്തിൽ, ദേഹം ആസകലം പുണ്ണും പുരണ്ട്. പുണ്ണ് എന്ന് പറഞ്ഞാൽ വ്രണം, ചരങ്ങ് ഒക്കെ അർത്ഥം. അപ്പോൾ സ്വാഭാവികം അതിൽ ഈച്ചക്കാർത്ത് വളരെ വിഷമിച്ചും കൊണ്ടാവും. മാത്രമല്ല അതിൽ പുരു എന്ന് പറഞ്ഞാൽ അധികമുള്ള, വർദ്ധിച്ച, വലുതായിട്ടുള്ള, പൂയം എന്ന് പറഞ്ഞെങ്കിൽ ചലം, നിണം എന്ന് പറഞ്ഞാൽ ചോര. അപ്പോൾ ചലവും ചോരയും ഒക്കെ ആയിട്ട് അതിൽ നിറഞ്ഞുള്ള വ്രണങ്ങളാണ് മേല് മുഴുവൻ. പിന്നെയോ മണ്ണും പുരണ്ട, ദേഹം മുഴുവന് മണ്ണുണ്ടാവും. അപ്പോൾ ഈ വ്രണങ്ങളിലും ഉണ്ടാവും. പിന്നെ കുളി ജാതി ഒന്നും ഇല്ലാത്തത് കാരണം മണ്ണ് ദേഹത്തിലെപ്പോഴും വന്നുകൊണ്ടിരിക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കലൊന്നുമില്ലെങ്കിൽ വ്രണങ്ങളിലും ഒക്കെ ഉണ്ടാവും. പുരള് എന്ന് പറഞ്ഞാൽ അതുമായി ഇടകലരുക, അതിൽ മുകളിലൊക്കെ ഉണ്ടെന്നർത്ഥം മണ്ണ്. അങ്ങനെ പഥി, പഥി എന്ന് പറഞ്ഞാൽ വഴിയിൽ, പഥത്തിൽ, വഴിയിലാണ് ഇയാൾ ഇരിക്കണത്. കാരണം വല്ലക്കിലും പോയിരുന്നെങ്കിൽ ആൾക്കാർ കാണില്ല. പഥിയിലിരുന്നാൽ പഥികന്മാർ, വഴിപോക്കരുണ്ടാവും. വഴിപോക്കർ പോണ വഴിയിൽ എവിടെയെങ്കിലും കാണാൻ പാകത്തിലിരുന്നാൽ മാത്രം ഇയാളെ കണ്ട് ആർക്കെങ്കിലും ദയ തോന്നിയാൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും കൊടുത്തു വെച്ചാൽ അത് ഇയാൾക്ക് ഉപകാരമാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് പഥി, വഴിയിൽ ഇരിക്കുന്നത്. ഇങ്ങനെ വഴിയിൽ നിന്ന് കിട്ടുന്ന സംഗതി അതും ചേർത്ത് ഉണ്ണുന്നു ഇയാൾ. ഈ വഴിയിൽ ഇരുന്ന് ഇയാൾ ഉണ്ണാണ്. എന്തിനോട് ചേർത്തിട്ടാണ് ഉണ്ണണ? കർമ്മഫലം. അവനവൻ പണ്ട് ചെയ്ത, ഈ ജന്മത്തിൽ തന്നെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിലോ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുകയാണ്. അതാണ് ഉണ്ണുക എന്ന് പറഞ്ഞാൽ. അയാളത്
ഈ നാട്ടുകാർ കൊടുത്ത വല്ല ഇതിൻ്റെയോടൊപ്പം ശരിക്ക് കഴിക്കണത് എന്താ? കർമ്മഫലമാണ്. അത് കർമ്മഫലം അത് പാകമായാൽ, പഴുത്താൽ അത് നമുക്ക് കഴിച്ചേ നിവൃത്തിയുള്ളൂ, കഴിക്കേണ്ടി വരും. അത് ഈ നാട്ടുകാർ കൊടുക്കണ റൊട്ടി കഷ്ണോ ചോറോ എന്താച്ചാൽ അതും കൂട്ടിയിട്ടാണ് ഇയാൾ കഴിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളും നമുക്ക് ആശാനാണ്, ഗുരുവാണ് എന്നാണ് കവി. അപ്പോൾ എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും നമുക്ക് ആശാന്മാരാണ്. നമുക്കതിന്ന് എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ആചാര്യന്മാരാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അവരിൽ നിന്ന് നമുക്ക് പല പാഠങ്ങളും പഠിക്കാനുണ്ട്. അതാണ് ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഇതിന്ന് ഇയാൾ ഈ വഴിയിലിരിക്കുന്ന അദ്ദേഹവും ആചാര്യനാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാതും ആചാര്യൻ തന്നെയാണ് എന്ന് ചുരുക്കം. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കണ്ണും കുറുണ്ട കഠിനാമയമാണ്ടുമെയ്യൽ പുണ്ണം പുരണ്ടു കുരുപോയ നിണങ്ങളാണ്ട് മണ്ണും പുരണ്ടു പതിപാന്ധർകൊടുപ്പതും ചേർത്തുണ്ണുന്നു കർമ്മഫലമേകൻ അയാളുമാശാൻ. ബുദ്ധിയുള്ള ആൾക്കാർ, മഹാന്മാരായുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പാഠം പഠിക്കുന്നു. സാധാരണക്കാരായുള്ള ജനങ്ങൾ സ്വന്തം തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കും. മൂഢന്മാരായ ആൾക്കാർ സ്വന്തം തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒന്നിലധികം തവണ തെറ്റുകൾ സ്വന്തം ചെയ്തു കഴിഞ്ഞാലും അതിൽ നിന്ന് യാതൊരു പാഠവും പഠിക്കില്ല എന്നൊരു മഹദ്വചനം ഉണ്ട്. അത് നമുക്കിപ്പോൾ ഓർക്കാം. മറ്റുള്ളവരിൽ നിന്ന് പാഠം പഠിക്കണം കുട്ടികളെ, നിങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ എന്നാണ് കവി നമ്മളെ ഈ ശ്ലോകത്തിൽ നിന്ന് ഈ ശ്ലോകം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ശ്ലോകം നമുക്ക് ഹൃദയസ്ഥമാക്കി വയ്ക്കാം. ബാക്കിയെല്ലാം പിന്നീടാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.